തൃശ്ശൂരിൽ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട പ്രചരണം കൊഴുക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിവിധ കോളനികളിലൊക്കെ എത്തി അവിടെയുള്ള ആളുകളെയൊക്കെ സന്ദർശിച്ച് അവരുടെ സുഖവിവരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്തായാലും ഈ ഒരു രണ്ടാം ഘട്ട പ്രചരണം എത്രത്തോളം പ്രതീക്ഷയുണ്ട് എന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ലീലേട്ടാ, എങ്ങനെ പോകുന്നു? ഉഷാറല്ലേ? ഗംഭീരമായിട്ട് പോകുന്നു. സാധാരണ ജനങ്ങൾ, ഇടത്തരക്കാർ, പാവപ്പെട്ടവർ, കൂലിത്തൊഴിലുകാർ, കർഷക തൊഴിലാളികൾ, വൃദ്ധർ, കുട്ടികളൊക്കെ അടങ്ങുന്ന തൃശ്ശൂരിലെ വലിയൊരു സമൂഹം വലിയ ഹൃദയ പിന്തുണയുമായിട്ട് കൂടെയുണ്ട്. എനിക്ക് ഓരോ ദിവസവും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ സ്നേഹവും അവരുടെ ഹൃദയം നിറഞ്ഞ പിന്തുണയുമാണ് എൻ്റെ ശക്തിയായിട്ട് ഇപ്പോൾ ഉള്ളത്. അതൊരു വല്ലാത്ത അനുഭവമാണ്. കാരണം താഴെത്തട്ടിലെ ജനങ്ങളുടെ ഇടയ്ക്ക് ചെല്ലുമ്പോൾ അവർ തരുന്നൊരു കളങ്കരഹിതമായ സ്നേഹമുണ്ട്. നമ്മൾ ഈ ആളുകൾ അറേഞ്ച് ചെയ്ത വേദികളിൽ വന്ന് പ്രസംഗിക്കുന്ന പോലെയല്ല. അവരിലേക്ക് അങ്ങോട്ട് ചെന്ന് അവരോട് പാട്ടും കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് പാടിച്ച് അവരോടൊപ്പം പാടി ഒരുപക്ഷെ പണ്ട് കാലത്ത് നഷ്ടപ്പെട്ട ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പോൾ തുടരുകയാണ്. അതൊരു അഭിമാനമാണ്. നമ്മൾ ആദ്യ തവണ കണ്ടപ്പോൾ, ഈ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ് കണ്ടപ്പോൾ താങ്കൾക്ക് ചെറിയൊരു സംശയം. കാരണം ഈ സാംസ്കാരിക രംഗത്തു നിന്നും ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചും കൂടി ആ ഒരു ഫ്ലോയിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായും എൻ്റെ കൂടെ ധാരാളം പ്രവർത്തകരുണ്ട്. ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ കാണുന്ന പോലെയല്ല. അടിത്തട്ടിലെ മനുഷ്യരെ അവർക്ക് വേണ്ടത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർക്ക് വേണ്ടത് കൊടുത്ത് അവരുടെ എല്ലാ ദൈനംദിന പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ രക്ഷകർത്താക്കളായിട്ട് കൂടെ ഉള്ളവരെ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. ഇപ്പം കവിയാണ്, സാഹിത്യകാരനാണെന്ന് പറഞ്ഞു ചെന്നാലൊന്നും അവർ അംഗീകരിക്കില്ല. അപ്പോൾ അവർക്ക് വിശ്വാസം വരണം. ലീലേട്ടാ, നമ്മൾ ഈ ഒരു തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളും ശക്തരാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയൊക്കെ നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശരിക്കും? അല്ല, പ്രധാനമന്ത്രി വരുന്നത് അദ്ദേഹം എൻ്റെയും പ്രധാനമന്ത്രിയാണല്ലോ. അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരുന്നത് ഒരു പക്ഷേ അത് ഒരു അഭിമാനമല്ലേ? എന്നെപ്പോലൊരാളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതിയോഗിക്ക് വേണ്ടി പ്രധാനമന്ത്രി തന്നെ ഹാജരായി എന്ന് പറയുമ്പോൾ നമുക്കതൊരു അഭിമാനമായിട്ട് പറയാമല്ലോ. ഈ ലീലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ 2 വരി കവിത ചൊല്ലാതെ വിടാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വേണ്ടിയിട്ട് ഏത് കവിതയാണ് ചൊല്ലാൻ പോകുന്നത്? ഏത് കവിതയാണ് വേണ്ടത്? ഏത് കവിതയായാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ 81 കാലത്ത് എഴുതിയൊരു കവിതയുണ്ട്. അതെനിക്ക് 21 വയസ്സാണ്. അപ്പോൾ എൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അന്നേ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് ആ കവിത ഒരു പക്ഷേ നിങ്ങളെ ബോധ്യപ്പെടുത്തും. സർക്കസുകാരൻ എന്നാണ് കവിതയുടെ പേര്. ഞാനൊരു സർക്കസുകാരൻ, ഈ പാത തന്നോരത്ത് നിർത്തിയ തോർത്തുമുണ്ടിൽ വന്നു വീഴുന്നൊരിത്തിരി തുട്ടിൻ ദയക്കായി ജീവിതം ഞാണിൽ കളിയാക്കി മാറ്റിയോൻ എൻ തകരച്ചെണ്ട വീണ്ടും വിളിക്കുന്നു നിങ്ങളെ, വന്നിത് കാണുവിൻ കൂട്ടരെ, കൺകെട്ട് ജാലങ്ങളൊന്നുമില്ലാത്തൊരീ സർക്കസ് കാണുവാൻ ഇത്തിരി നിൽക്കുവിൻ. എന്തായാലും എല്ലാവിധ ആശംസകളും. വലിയ വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. സന്തോഷം, വളരെ സന്തോഷം. അതാണ് സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള പ്രവർത്തനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ പിന്തുണ എന്നും ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചന്ദ്രദാസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.